കന്യാസ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കൊളംബിയയിലെ പർവ്വത പ്രദേശമായ ആന്റിയോക്യ പ്രവിശ്യയുടെ തലസ്ഥാനമായ മെഡല്ലനിലാണ് സംഭവം. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കപ്പെടുന്നു. 31-കാരിയായ കന്യാസ്ത്രീയെ കോൺവെന്റിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയും ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് മർദ്ദനമേറ്റ നിലയിൽ സമീപമുള്ള വനപ്രദേശത്ത് കണ്ടെത്തുകയുമായിരുന്നു. കന്യാസ്ത്രീയുടെ പക്കലുണ്ടായിരുന്ന 2 ഡെബിറ്റ് കാർഡുകൾ കുറ്റവാളികൾ മോഷ്ടിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കൊളംബിയൻ സഭയിലെ അംഗങ്ങളായ 10 കന്യാസ്ത്രീകളാണ് ഈ കോൺവെന്റിലുള്ളത്. കൊളംബിയൻ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതായി കുറ്റപ്പെടുത്തിയ കോൺഫറൻസ് ഓഫ് റിലീജിയസ് ഓഫ് കൊളംബിയ ആക്രമണത്തെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. മെഡലിൻ പ്രദേശത്ത് മാത്രം ഏകദേശം 4500 കന്യാസ്ത്രീകൾ സേവനം ചെയ്യുന്നുണ്ട്. ഭിന്നത ദൈവത്തിൽ നിന്നുള്ളതല്ലെന്നും വ്യക്തികളെയും സമൂഹങ്ങളെയും ഭിന്നിപ്പിക്കുന്നതിന് പിന്നിൽ പിശാചാണെന്നും ആവർത്തിച്ചു വ്യക്തമാക്കി ഫ്രാൻസിസ് പാപ്പ. റോമിലെ വിശുദ്ധ പൗലോസിന്റെ ബസിലിക്കയിൽ നടന്ന എക്യുമെനിക്കൽ സായാഹ്ന പ്രാർത്ഥനയിൽ സന്ദേശം നൽകവെയാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. അയൽക്കാരെ തിരിച്ചറിയുകയല്ല, എല്ലാവർക്കും അയൽക്കാരനാവുക എന്നതാണ് വലിയ കാര്യമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഫാദർ റോക്കി റോബി കളത്തിലിനെ കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറലായി ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ നിയമിച്ചു. മുളങ്കുന്നത്തുകാവ് സാൻ ജോസ് ഭവൻ ഡയറക്ടർ, രൂപത PRO, രൂപത ആലോചന സമിതി അംഗം, കേരള ലാറ്റിൻ കാത്തലിക് ഹിസ്റ്ററി അസോസിയേഷൻ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഫെബ്രുവരി 9 ചുമതലയേൽക്കും. കോട്ടപ്പുറം രൂപതയിലെ ചാലക്കുടി ഹോളി ഫാമിലി ഇടവകയിൽ ആളൂരിലെ കളത്തിൽ വർഗീസ് കൊച്ചുദ്രേസ്യ ദമ്പതികളുടെ മകനാണ്. 2003 ജനുവരി 1 വൈദിക പട്ടം സ്വീകരിച്ചത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ബൈബിൾ വചന മനപാഠ മത്സരമായ നൂറുമേനിയുടെ ആശുപത്രി ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കുമായുള്ള അതിരൂപതാതല ബൈബിൾ ക്വിസ് മത്സരം നൂറുമേനി അറ്റ് ബെത്സൈദയ്ക്ക് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രിയിലും തുടക്കമായി. അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കോച്ചേരി അതിരൂപതാതല ഉദ്ഘാടനം നിർവഹിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്തലേറ്റ് കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇസ്രായേൽ ജനതയുടെ അതിജീവനത്തിന് അമേരിക്കയിൽ നിന്നുള്ള ഇസ്രായേൽ അനുകൂല ക്രൈസ്തവ വിദ്യാർത്ഥി സംഘടന $5 ലക്ഷം സംഭാവന നൽകി. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ക്രൂരതകളുടെ ഇരകളാക്കപ്പെട്ട 2 കമ്മ്യൂണിറ്റികൾക്കാണ് അതിജീവനത്തിലുള്ള പിന്തുണ എന്ന നിലയിൽ അവർ സംഭാവന കൈമാറിയത്. യുവ അമേരിക്കൻ ക്രൈസ്തവ വിദ്യാർത്ഥികൾ അംഗങ്ങളായ ഇസ്രായേൽ അനുകൂല സംഘടനയായ പാസേജസിലെ 20ഓളം അംഗങ്ങളാണ് സംഭാവന വിതരണം ചെയ്യാനെത്തിയത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.